യൂട്യൂബ് ചാനൽ ട്രിനിറ്റി വോയിസ്. മൂന്നു യാമങ്ങളും വന്തിരയിൽ മുങ്ങുമറായി വലയുകിലും മുറ്റും കടലിൻ മീതെ നാലാം യാമത്തിൽ മുറ്റും കടലിൻ മീതെ നാലാം യാമത്തിൽ ഉറ്റ സഖിയവൻ വന്നിടും തീർച്ചയായുറ്റ സഖിയവൻ വന്നിടും തീർച്ചയാ. ഭക്തരിൽ വിശ്വാസ ജീവിതം പോ ഇത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? ഭക്തരിൽ വിശ്വാസ ജീവിതം പോ ഇത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? നമുക്ക് ഫസ്റ്റ് സെഷനിലേക്ക് പോകാം. ഉൽപ്പത്തി പുസ്തകം 19:2-3 വാക്യങ്ങൾ. ജനസിസ് ചാപ്റ്റർ 10 വേർഡ്സ് 2 and 3. യാഫെത്തിന്റെ പുത്രന്മാർ ഗോമർ, മാഗോഗ്, മദായി, യാവാൻ, തൂബൽ, മേശക്, തീരാസ്. The sons of Japheth, Gomer and Magog and Madai and Javan and Tubal and Meshech and Tiras. ഗോമറിൻ്റെ പുത്രന്മാർ അസ്കനാസ്, രീഫത്ത്, തോഗർമ. And the sons of Gomer, Askenas and Riphat and തോഗർമ. നമുക്ക് സെക്കൻഡ് സെഷനിലേക്ക് പോവാം. റിക്വയർമെൻറ്റ്സിൻ്റെ ബുക്കായ ദ പർപ്പസ് ഡ്രിവൺ ലൈഫിലേക്ക്. ആന്ത്രോപോളജിസ്റ്റ് ഹാവ് നോട്ടഡ് ദാറ്റ് വർഷിപ്പ് ഈസ് എ യൂണിവേഴ്സൽ എർജ് ഹാഡ് വയർഡ് ബൈ ഗോഡ് ഇൻ ടു ദ വെരി ഫൈബർ ഓഫ് അവർ ബീയിങ് ആൻഡ് ഇൻബിൽറ്റ് നീഡ് ടു കണക്ട് വിത്ത് ഗോഡ്. വർഷിപ്പ് ഈസ് ആസ് നാച്ചുറൽ ആസ് ഈറ്റിംഗ് ഓർ ബ്രീതിങ്. If we fail to worship God, we always find a substitute, even if it ends up being ourselves. The reason God made us with this desire is that He desires worshippers. Jesus said, "The Father seeks worshippers. Anything you do that bring pleasure God is an act of worship." Depending on your religious background, you may need to expand your understanding of worship. You may think of church services with singing, praying and listening to a sermon. Or you may think of ceremonies, candles and communion. Or you may think of healing, miracles and ecstatic experiences. Worship can include these elements, but worship is far more than these expressions. Worship is a lifestyle. തേർഡ് സെഷനിലേക്ക് നമുക്ക് പോവാം. സദൃശവാക്യങ്ങൾ 8:34-35. പ്രോവേഴ്സ് ചാപ്റ്റർ 8 വേർഡ്സ് 34 and 35. ദിവസം പ്രതി എൻ്റെ പടിവാതിൽക്കൽ ജാഗരിച്ചും എൻ്റെ വാതിൽ കട്ടളയ്ക്കൽ കാത്തും കൊണ്ട് എൻ്റെ വാക്ക് കേട്ടനുസരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. Blessed is the man that heareth me, watching daily at my gates, waiting at the posts of my doors. എന്നെ കണ്ടെത്തുന്നവൻ ജീവനെ കണ്ടെത്തുന്നു, അവൻ യഹോവയുടെ കടാക്ഷം പ്രാപിക്കുന്നു. For whoso findeth me findeth life and shall obtain favor of the Lord. ഫോർത്ത് സെഷനിലേക്ക് പോവാം. മത്തായി 2:16. മാത്യു ചാപ്റ്റർ 2 വേർഡ്സ് 16. വിദ്വാൻമാർ തന്നെ കളിയാക്കിയെന്ന് ഹെരോദാവ് കണ്ടു, വളരെ കോപിച്ചു. വിദ്വാൻമാരോട്
ചോദിച്ചറിഞ്ഞ കാലത്തിനൊത്തവണ്ണം 2 വയസ്സും താഴെയുമുള്ള ആൺകുട്ടികളെ ഒക്കെയും ബേത്ലഹേമിലും അതിൻ്റെ എല്ലാ അതിരുകളിലും ആളയച്ച് കൊല്ലിച്ചു. Then Herod, when he saw that he was mocked of the wise men was exceeding wrath, and sent forth and slew all the children that were in Bethlehem and in all the coasts thereof, from 2 years old and under, according to the time which he had diligently inquired of the wise man. നമുക്ക് 5th സെഷനിലേക്ക് പോവാം. ഫോർ ചിൽഡ്രൻ. ഒരടിമപ്പെണ്ണ് ദൈവത്തിനായി സംസാരിക്കുന്നു. 2 രാജാക്കന്മാരുടെ പുസ്തകം 5:1 മുതൽ 14 വരെ. ഇസ്രായേലിയരെ പോലെ മറ്റ് ജനതകളെയും ദൈവം പരിപാലിക്കുന്നു എന്ന് കാണിക്കുന്നതാണ് ഈ സംഭവം. സിറിയൻ സൈനിക മേധാവിയായിരുന്നു നയമാൻ. അവൻ ഒരു വലിയ പടയാളിയായിരുന്നു. സിറിയൻ രാജാവ് നയമാനിൽ അഭിമാനം കൊണ്ടു. ഇസ്രായേലിനോടുള്ള യുദ്ധം ജയിക്കുന്നതിന് യഹോവ അവനെ സഹായിച്ചു. എന്നാൽ അവൻ ഗുരുതരമായ ത്വക്ക് രോഗത്താൽ കഷ്ടപ്പെട്ടിരുന്നു. ഇസ്രായേലിയരുമായുള്ള യുദ്ധത്തിൽ സിറിയക്കാർ ഒരു ഇസ്രായേലിയ പെൺകുട്ടിയെ അടിമയാക്കി കൊണ്ടുവന്നിരുന്നു. അവൾ നയമാൻ്റെ ഭാര്യയുടെ ഭൃത്യയായി ജോലി ചെയ്തു. ഒരു ദിവസം അവൾ തൻ്റെ യജമാനത്തിയോട് പറഞ്ഞു. യജമാനൻ ശമരിയയിലെ പ്രവാചകൻ്റെ അടുത്ത് പോയാൽ കൊള്ളാമായിരുന്നു. എങ്കിൽ അദ്ദേഹം യജമാനൻ്റെ രോഗം സുഖമാക്കുമായിരുന്നു. നയമാൻ സിറിയൻ രാജാവിനോട് പെൺകുട്ടി പറഞ്ഞ കാര്യം പറഞ്ഞു. അപ്പോൾ രാജാവ് പറഞ്ഞു, ഈ എഴുത്തും കൊണ്ട് ഇസ്രായേൽ രാജാവിൻ്റെ അടുത്ത് പോകൂ. അങ്ങനെ നയമാൻ വെള്ളി, സ്വർണം, വിലയേറിയ വസ്ത്രങ്ങൾ എന്നിവ സമ്മാനമായി കരുതി യാത്രയായി. ഈ എഴുത്ത് എൻ്റെ സേനാധിപൻ നയമാനെ പരിചയപ്പെടുത്തുന്നതിനാണ്. നീ അവൻ്റെ രോഗം സുഖപ്പെടുത്തണം എന്നായിരുന്നു എഴുത്തിൻ്റെ ഉള്ളടക്കം. ഇസ്രായേൽ രാജാവ് കത്ത് വായിച്ച് ഭയപ്പെട്ടു പോയി. ഞാൻ ഈ മനുഷ്യനെ സുഖമാക്കുമെന്ന് സിറിയൻ രാജാവിന് എങ്ങനെ കരുതുവാൻ കഴിയും? ഞാൻ ദൈവമാണെന്നാണോ അദ്ദേഹം വിചാരിക്കുന്നത്? എനിക്ക് ജീവൻ്റെ മേലും മരണത്തിൻ്റെ മേലും അധികാരമുണ്ടോ? ഇത് എന്നോട് വഴക്കുണ്ടാക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു, അദ്ദേഹം പറഞ്ഞു. സംഭവം എലീശ അറിഞ്ഞപ്പോൾ അദ്ദേഹം രാജാവിനൊരു സന്ദേശം എത്തിച്ചു. നീ എന്തിനു വിഷമിക്കുന്നു? ആ മനുഷ്യനെ എൻ്റെ അടുക്കൽ അയക്കുക. ഇസ്രായേലിൽ ഒരു പ്രവാചകനുണ്ടെന്ന് ഞാൻ അവന് വെളിപ്പെടുത്താം. നയമാൻ തൻ്റെ കുതിരകളും രഥങ്ങളുമായി യാത്രയായി. അവൻ എലീശയുടെ വാതിൽക്കൽ എത്തി. എലീശ ഒരു ഭൃത്യനെ അയച്ചു. പോയി യോർദാനിൽ 7 പ്രാവശ്യം മുങ്ങുക, അപ്പോൾ നിനക്ക് സൗഖ്യം ലഭിക്കും എന്ന് പറയിച്ചു. പക്ഷേ നയമാൻ കോപിഷ്ഠനായി. അവൻ വന്ന് എൻ്റെ സൗഖ്യത്തിനായി യഹോവയായ ദൈവത്തോട് പ്രാർത്ഥിക്കുമെന്നും എൻ്റെ മേൽ കൈവീശി സുഖപ്പെടുത്തുമെന്നല്ലേ ഞാൻ ചിന്തിച്ചത്. ഇസ്രായേലിലെ ഏത് നദിയേക്കാളും ശുദ്ധമല്ലേ എൻ്റെ രാജ്യത്തിലെ നദികൾ? ഞാൻ അവിടെ മുങ്ങി ശുദ്ധമായിക്കൊള്ളാം, അയാൾ പറഞ്ഞു. അപ്പോൾ ഒരു പരിചാരകൻ അയാളെ തടഞ്ഞു. യജമാനെ, പ്രവാചകൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം പറഞ്ഞിരുന്നെങ്കിൽ അങ്ങ് അനുസരിക്കുമായിരുന്നല്ലോ. എങ്കിൽ പിന്നെ എന്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞതുപോലെ നദിയിൽ മുങ്ങി സൗഖ്യം പ്രാപിച്ചുകൂടാ? അങ്ങനെ നയമാൻ യോർദാൻ നദിയിലേക്ക് പോയി. എലീശ പറഞ്ഞതുപോലെ 7 പ്രാവശ്യം മുങ്ങി പരിപൂർണ സൗഖ്യം നേടുകയും ചെയ്തു. ശരീരം ശക്തി പ്രാപിച്ചു. ഒരു കുട്ടിയുടെ ശരീരം പോലെ മൃദുലതയും ശക്തിയും അവന് ലഭിച്ചു. അവൻ തൻ്റെ കൂടെ വന്നവരെയും കൂട്ടി എലീശയുടെ അടുത്തേക്ക് മടങ്ങിച്ചെന്ന് പറഞ്ഞു, ഇസ്രായേലിൻ്റെ ദൈവത്തെപ്പോലെ മറ്റൊരു ദൈവമില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഇനി നമുക്ക് ഈ ചാപ്റ്റർ വൈസും വേർഡ്സ് വൈസും ഒക്കെ ഉള്ള കണ്ടൻറ്റ്, അതായത് ഉള്ളടക്കം ഒന്ന് നോക്കാം. ഫസ്റ്റ് സെഷൻ ഉൽപ്പത്തിയാണ്. ഫസ്റ്റ് സെഷൻ യാഫത്തിൻ്റെ പുത്രന്മാർ, അതിൻ്റെ ഒരു പരമ്പരയാണ്. അതുകൊണ്ട് നമുക്ക് ആ പേരുകളൊന്ന് വായിച്ച് എല്ലാവർക്കും ഒന്ന് കേൾക്കാം. ഗോമർ, മാഗോഗ്, മാദായി, യാവാൻ, തൂബൽ, മേശക്ക്, തീരാസ് എന്നിവരാണ്.
The sons of Japheth, Gomer and Magog and Madai and Javan and Tubal and Mesek and Tiras. ഗോമറിൻ്റെ പുത്രന്മാർ അസ്കനാസ്, രീഫത്ത്, തോഗർമ. And the sons of Gomer, Askenas and Riphath and തോഗർമ. ഇതാണ് അവരുടെയൊക്കെ പേരുകൾ. ഇനി സെക്കൻഡ് സെഷനിലേക്ക് റിക് വാറൻസിൻ്റെ ബുക്കായ ദ പർപ്പസ് ഡ്രിവൻ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം ഇവിടെ നമ്മൾ ഉള്ളടക്കമായിട്ട് എടുത്തിട്ടുണ്ട്. എനിത്തിങ് യു ഡു ദാറ്റ് ബ്രിങ് പ്ലഷർ ഗോഡ് ഈസ് ആൻ ആക്ട് ഓഫ് വർഷിപ്പ്. ഡിപ്പെൻഡിങ് ഓൺ യുവർ religious background, you may need to expand your understanding of worship. In third session, proverb സദൃശവാക്യം. ദിവസം പ്രതി പടിവാതിൽക്കൽ ജാഗരിച്ചും വാതിൽ കട്ടളക്കൽ കാത്തുകൊണ്ടും ദൈവവാക്ക് കേട്ടനുസരിക്കുന്ന മനുഷ്യരെല്ലാം ഭാഗ്യമുള്ളവരാണ് എന്ന് ഈ വാക്യത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. ബ്ലെസ്ഡ് ഈസ് ദ മാൻ ദാറ്റ് ഹിയറത്ത് മൈ watch daily at my gates, waiting at the ports of my doors. ദൈവത്തെ കണ്ടെത്തുന്നവൻ ജീവനെ കണ്ടെത്തുന്നു, അങ്ങനെയുള്ളവർ ദൈവകടാക്ഷം പ്രാപിക്കുന്നു. ഫോർത്ത് സെഷൻ, മാത്യു ചാപ്റ്റർ. വിദ്വാൻമാർ തന്നെ കളിയാക്കിയെന്ന് ഹെരോദാവിന് മനസ്സിലായി, വളരെ കോപിച്ചു. കാലാകാലങ്ങൾക്ക് അനുസൃതമായി വിദ്വാൻമാരോട് ചോദിച്ചറിഞ്ഞ 2 വയസ്സിന് താഴെയുള്ള എല്ലാ ആൺകുട്ടികളെയും കൊല്ലിച്ച് ബത്ലഹേമിലും അതിരുകളിലുമുള്ള കുഞ്ഞുങ്ങളെയാണ് കൊല്ലിച്ചത്. ഹെരോദ് റിയലൈസ്ഡ് വൈസ്മാൻ വാസ് എക്സീഡിങ് wrath and sent forth and slew all the children that were in Bethlehem and all coast thereof from 2 years old and under, according to the time which he has diligently inquired of the wise men. എല്ലാ സെക്ഷനോടെ കഴിഞ്ഞിരിക്കുകയാണ്. God bless you abundantly.